ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഓരോന്ന് 4 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്കാണുള്ളത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളിവിടെ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത നല്ല മാർക്കുള്ള ക്വസ്റ്റ്യന് കൂടുതൽ ടൈം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു പുറംകോൺ അളവ് 40 ഡിഗ്രി ആയാൽ അതിൻ്റെ വശങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ട ഒരു ഫോർമുല ഉണ്ടല്ലേ, എന്താണ് വശങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല സമവാക്യം. ഓക്കെ, അതായത് വശങ്ങളുടെ എണ്ണം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് 360 എന്താണ് പുറംകോണാണ്. പുറംകോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുള്ളത് 40 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 0 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ 36/4 എന്ന് വരും. 34/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ബി ആണ്, 9 എന്ന് വരും. ഇനി അടുത്തത് ചുവടെയുള്ള പ്രസ്താവനകൾ വായിക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലുള്ള ഞാണുകൾക്ക് ഒരേ നീളമാണ്. നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അതായത് ഒരു വൃത്തം, അതിൻ്റെ രണ്ട് ഞാണുകൾ വരച്ചു. ഇതിൻ്റെ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരേ അളവിലാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് 3 സെൻറ്റിമീറ്റർ, ഇങ്ങോട്ടേക്ക് 3 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഞാനൊരു ഞാണ് വരച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഞാണല്ല 2 ഞാണുകളായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാണുകളുടെ നീളം എന്ന് പറയുന്നത് എന്താണ്, തുല്യമായിരിക്കും അല്ലേ. 2 ഞാണും തുല്യമായിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ അത് ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിലെ കേന്ദ്രത്തിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ഞാണിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നേരത്തെ ഞാൻ വരച്ച പോലെ തന്നെ ഒരു സർക്കിൾ വരച്ച് ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിൻ്റെ 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം, 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ആരം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വൃത്തത്തിലെ കേന്ദ്രത്തിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാൻ 3 സെൻറ്റിമീറ്റർ വൃത്തകേന്ദ്രത്തിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഞാണ് വരച്ചു. ഈ ഞാണ് ആരം എന്ന് പറഞ്ഞത് എത്രയായിരുന്നു, 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. പിന്നെ നമ്മുടെ ഞാണിലേക്കുള്ള ദൂരം 3 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഞാണിൻ്റെ നീളമാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമാണ് അല്ലേ. ഈ മട്ടത്രികോണത്തിൻ്റെ ഇതാണ് കർണം എന്ന് പറയുന്നത്. അപ്പോൾ കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ആണ് ഇവിടെയുള്ള ഈ ഒരു വശം കിട്ടുന്നത് ആണല്ലോ അല്ലേ. ഈ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്, കർണം സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ആയിരിക്കും. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് വരും. 25 മൈനസ് 9 എന്ന് വരും. അപ്പോൾ 25 മൈനസ് 9 എന്ന് പറയുന്നത് 16 ആണ് അല്ലേ, 16 ആണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടാവുക √16 ആയിരിക്കും അല്ലേ. അതായത് നമ്മളിവിടെ ഈ ഒരു മട്ടത്രികോണമായതുകൊണ്ട് നമ്മൾക്കറിയാം, നമ്മൾ ഇങ്ങനെ ഈ ഒരു വൃത്തത്തിനുള്ളിൽ ഇതുപോലെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളവിടെ പൈതഗോറസ് തിയറമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയറിൽ നിന്നും നമ്മൾ ഏതാണോ കാണാനുള്ളത്, പാദമാണോ അല്ലെങ്കിൽ ലംബമാണോ കാണാനുള്ളത് എന്നതിനനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അതല്ല, നമുക്ക് റേഡിയസ് ആണ്, ആരമാണ് കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തമ്മിൽ കൂട്ടുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇനി ഇവിടെയുള്ള ഈ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, പാദം കണ്ടുപിടിക്കാൻ വേണ്ടി √16 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് 4 ആണ് വരുന്നത്. പക്ഷേ ഇത് എന്താവുന്നില്ല, ഞാണിൻ്റെ നീളമാവുന്നില്ല. ഞാണിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ് ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതെന്താണ്, ഇതിവിടെ തെറ്റാണ് വരുന്നത്. 8 സെൻറ്റിമീറ്റർ ആണ് ഞാണിൻ്റെ ഞാണിൻ്റെ നീളം വരുന്നത്. സോ 1 ശരിയാണ്, 2 തെറ്റാണ് എന്നുള്ള എ എന്ന പ്രസ്താവനയാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി 5/8 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. 5/8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഡിനോമിനേറ്റർ, 2 ഛേദത്തിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് അതിന് 5 കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും, ഡിനോമിനേറ്ററിൽ ഛേദത്തിന് 10 ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഛേദത്തിൽ 10 അല്ലെങ്കിൽ 10ൻ്റെ ഗുണിതങ്ങളാക്കുമ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്. അപ്പോൾ
ഇവിടെ 2 അല്ല 5 ആണ്. ഈ 8 ആണ്. 8 എന്ന് പറയുന്നത് നമ്മുടെ 2ൻ്റെ ഗുണിതമല്ലേ. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞതല്ലേ 8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഒരു 3 പ്രാവശ്യം ഗുണിക്കാം. 2, അതായത് ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതി തരാം. ഈ 5/8 ഞാൻ എന്ത് ചെയ്തു, 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, ഇനി 2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാമായിരുന്നു? 5 കൊണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 3 തവണ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര ഇവിടെ ആഡ് ചെയ്തത്, 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 നമ്മളിവിടെ ഗുണിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 125 ആഡാക്കിയത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, 125 തന്നെ ഗുണിക്കണം. അപ്പോൾ 125 ഇൻറ്റു 5 എന്ന് വരും. 125 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 625 ആണ്. 625 ഇനി 5 ഇൻറ്റു 2 10 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 10 എന്ന് എഴുതി. പിന്നെ എന്ത്, വീണ്ടും 5 ഇൻറ്റു 2 10, ഇവിടെയൊക്കെ ഇൻറ്റു ഉണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യും, ഒരു 10 കൂടെ കിട്ടും. വീണ്ടും 10, അപ്പോൾ 3 തവണ 10 കിട്ടുന്നുണ്ട്. അതായത് 1000 ആണ് ഇവിടെ വരുന്നത്. 625/1000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 625 എന്ന് ആദ്യം നമ്മളവിടെ എഴുതും. ഇവിടെ 3 പൂജ്യങ്ങളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 പോയിൻറ്റുകൾക്ക് 3 സംഖ്യകൾക്ക് മുന്നിലായിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. സോ 0.625 ബി ആണ് ഇവിടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്തത്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഒരു സമഭുജ സമാന്തരികത്തിന് യോജിച്ച പ്രസ്താവന ഏതാണ്? സമഭുജ സമാന്തരികമാണ് അല്ലേ. സമാന്തരികം വേറെയുണ്ട്, സമഭുജ സമാന്തരികം വേറെയുണ്ട്. വികർണങ്ങൾക്ക് തുല്യ നീളമാണെന്നാണ്. വികർണങ്ങൾ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള വികർണങ്ങളാണ് തരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. വികർണങ്ങൾ ലംബ സമഭാജികളാണ്. ഓക്കെ, അത് ശരിയാണ് അല്ലേ. വികർണങ്ങൾ രണ്ടും എന്താണ്, ലംബ സമഭാജികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പരപ്പളവ് വികർണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ് അല്ലേ. ഹാഫ് ഇൻറ്റു D1 D2 എന്നായിരുന്നു. ഇതെങ്ങനെയാണ്, വികർണങ്ങളുടെ ഗുണനഫലം. D1 D2 എന്ന് പറഞ്ഞാൽ വികർണങ്ങളാണ് അല്ലേ. ഈ വികർണങ്ങളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ D1 ഇൻറ്റു D2, അതിൻ്റെ പകുതിയാണ്. യെസ്, അപ്പോൾ അതും ശരിയാണ്. അതായത് ഇവിടെ എന്താണ് വരുന്നത്, ഏത് ഓപ്ഷനാണ് വരുന്നത്? യെസ്, നാലാമത്തതിൻ്റെ ഓപ്ഷൻ വരുന്നത്. 2ഉം ശരിയാണ്, അതേപോലെ തന്നെ 3ഉം ശരിയാണ് അല്ലേ. പിന്നെ നാലാമത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, എല്ലാ കോണുകൾക്കും തുല്യ അളവാണ്. എല്ലാ കോണുകൾക്കും തുല്യ അളവാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എല്ലാ കോണുകളുമല്ല, എല്ലാ വശങ്ങളും തുല്യമാണെന്നാണെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് എന്താണ്, 2ഉം അതേപോലെ തന്നെ 3ഉം. 2ഉം 3ഉമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്കുകൾ കിട്ടും കേട്ടോ. 4 മാർക്കാവും. അപ്പോൾ ഇനി സെക്ഷൻ ബിയിലേക്ക് പോകുമ്പോൾ 2 മാർക്ക് വീതമാണ് കേട്ടോ ഓരോ ക്വസ്റ്റ്യനും ഉള്ളത്. ഓക്കെ, അതിലെ ഒന്നാമത്തത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനാണ്. 0.001. നമ്മൾ ആദ്യം എഴുതുമ്പോൾ ആ സംഖ്യനെ എഴുതാം, 0.001. ഇനി നമ്മളിതിനെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇവിടെയുള്ള പോയിൻറ്റുകളും പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് 1 എന്നെടുക്കും. 1/. ഇനി ഇവിടെ പോയിൻറ്റിന് ശേഷം വരുന്ന എത്ര സംഖ്യകളുണ്ട് നോക്കാം. 1 2 3. ഇവിടെ 3 സംഖ്യകളാണ് എന്ത് വരുന്നത്, പോയിൻറ്റിന് ശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, 3 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യയാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അതായത് 1/1000 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് 0.012. ഇതാണ് സംഖ്യ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം നമ്മൾ ഈ സംഖ്യകളിലെ പോയിൻറ്റും പൂജ്യമൊക്കെ ഒഴിവാക്കിയിട്ട് എഴുതണം. 132 എന്ന് വരും. ഓക്കെ, പോയിൻറ്റിന് ശേഷം വരുന്ന പൂജ്യങ്ങളാട്ടോ ഒഴിവാക്കേണ്ടത്, അല്ലാതെ ഒരു സംഖ്യയുടെ ഇടയിൽ വരുന്ന പൂജ്യം അല്ല കേട്ടോ. സോ 132 എന്ന് എഴുതി. ഇനി ഇവിടെ പോയിൻറ്റിന് ശേഷം വരുന്നത് 4 സംഖ്യകളാണ്. സോ നമുക്ക് 4 സീറോസാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 132/1000 എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി അടുത്തത്
2 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം കാണുക എന്നാണ്. അപ്പോൾ സമചതുരം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ചതുരമാണ് സമചതുരം എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം കാണണം. അപ്പോൾ ഇവിടെ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാവുന്നതും അത് വികർണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ആവണം. സമചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ A² എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് വികർണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരപ്പളവ് എന്താണ് വരുന്നത്? പരപ്പളവ് ഓർക്കുന്നുണ്ടോ? അതായത് 1/2 × D² എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 = 1/2 × D² എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? D² കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് D² കൂടെയുള്ള ഈ 1/2 ഉണ്ടല്ലോ, 1/2, അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ 1/2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഒരു വശത്ത് നിന്ന് സമത്തിൻ്റെ ഒരു വശത്ത് നിന്ന് അടുത്ത വശത്തേക്ക് പോകുമ്പോൾ 1/2 എന്നുള്ളത് എന്തായിട്ട് മാറും? 2 എന്നായിട്ട് മാറും. സോ ഇവിടെയുള്ള 2 എഴുതി 2 × 2 എന്ന് വരും. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് D² 4 ആണ്. അപ്പോൾ നമുക്ക് D എന്ത് കിട്ടും? √4 എന്ന് കിട്ടും. √4 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? ഒരു സമചതുരത്തിൻ്റെ വികർണം എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും അല്ലേ? വികർണങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഒരു വികർണം 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത വികർണം എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ആ ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് എ എന്ന് പറയുന്നത്. ഇനി ബി എന്താണ്? ഈ സമചതുരം വരയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾക്ക് വരയ്ക്കാൻ പറ്റും? സമചതുരവും അതേപോലെ തന്നെ സമഭുജ സമാന്തരികം വരയ്ക്കേണ്ടത് ഒരേ രീതിയിലാണ് കേട്ടോ. സമചതുരത്തിൻ്റെ വികർണം എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ D2 എന്തായിരിക്കും? അടുത്തതും എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതായത് സമചതുരത്തിൻ്റെ വികർണങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു 2 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കും. ഓക്കെ, ഈ 2 സെൻറ്റിമീറ്റർ ലൈന് വരച്ചിട്ട് ഇതിനെന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ ബൈസെക്ടർ കൊടുക്കും, അഥവാ സമഭാജി കൊടുക്കും, ലംബ സമഭാജി കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ 2 സെൻറ്റിമീറ്ററിന് നമ്മളൊരു ആദ്യം നമ്മൾ 2 സെൻറ്റിമീറ്റർ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോമ്പസ് എടുക്കും. കോമ്പസ് എടുത്തിട്ട് 1.5 സെൻറ്റിമീറ്റർ നമ്മുടെ കോമ്പസിലെടുക്കാം. അതല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററിലും കൂടുതലെടുക്കാം. 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ലെങ്ത്തിൻ്റെ പകുതിയേക്കാളും കൂടുതൽ നമ്മൾ എടുക്കുക കേട്ടോ കോമ്പസിൽ. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ ആദ്യം നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു, താഴേക്കും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ആർക്ക് വരച്ച് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് വരയ്ക്കുന്നു, ഈ ഒരു ഭാഗത്തോട്ടും ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഈ 2 പോയിന്റിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ലംബ സമഭാജി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 2 സെൻറ്റിമീറ്ററിന് ലംബ സമഭാജി എന്ന് പറയുന്നത് എന്താണ്? ഈ 2 സെൻറ്റിമീറ്ററുള്ള ഈ ടോട്ടൽ ലൈനിനെ ഞാൻ എന്ത് ചെയ്തു? 1 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തു. അതാണ് ലംബ സമഭാജി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി മുകളിലോട്ട് 1 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, അതായത് അടുത്ത വികർണം നമുക്ക് എങ്ങനെ കിട്ടണം? 2 സെൻറ്റിമീറ്റർ തന്നെ കിട്ടണം അല്ലേ? അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് 1 സെൻറ്റിമീറ്ററും താഴോട്ട് 1 സെൻറ്റിമീറ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടോ, ഈ ഓരോ സെൻറ്റിമീറ്ററുള്ള ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? അത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ച് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലൈന് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? യെസ്, കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്ക്വയർ അഥവാ സമചതുരം നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സമചതുരം വരയ്ക്കാൻ പറയുമ്പോൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ABCD ഒരു സമപാർശ്വലംബകമാണ്. ADC 130 ആണ്. ഓക്കെ, ഈ സമപാർശ്വലംബകം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. സമപാർശ്വലംബകത്തിൻ്റെ പാദകോണുകൾ തുല്യമായിരിക്കും, വികർണങ്ങൾ തുല്യമായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ
ഈ പാദകോണ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പാദകോൺ സമപാർശ്വ ലംബകമാകുമ്പോൾ അവിടെ രണ്ട് വശങ്ങൾ അല്ലേ, ചെറിയൊരു ലാഗ് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സമഭുജ സമപാർശ്വ ലംബകമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് വശങ്ങൾ സമാന്തരമാവുന്നുണ്ട്, രണ്ട് വശങ്ങൾ സമാന്തരമല്ലാത്തതുകൊണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സമാന്തരമായിട്ടുള്ള വശങ്ങളുടെ കോണുകൾ ഉണ്ടാവില്ലേ, സമാന്തര വശങ്ങളുടെ കോണുകൾ, അടുത്തടുത്തുണ്ടാവുന്ന കോണുകൾ അതെന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് അതിനെ നമ്മൾ പാദകോണെന്ന് പറയും. അപ്പോൾ ഇവിടെയുള്ള പാദകോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും പാദകോണാണ്. ഓക്കെ, അടുത്ത പാദകോണ് വരുന്നത് ഇതുമാണ്. ഓക്കെ, ഈ ഒരു കോണും അങ്ങനെ രണ്ട് ടൈപ്പ് പാദകോണുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പാദകോൺ എന്ന് പറയുമ്പോൾ ഡിയും സിയും, ഡി ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സിയും എന്തായിരിക്കും? 130 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു പാദകോണ് കിട്ടി, ഒരു ജോഡി പാദകോണ് കിട്ടി. അടുത്ത വശം എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം, അതായത് സമാന്തരമായിട്ടുള്ള വശം തന്നെയാണ് അല്ലേ. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിൻ്റെയും തുക 180 ആയിരിക്കും. സോ നമുക്ക് ആംഗിൾ സി എന്ന് പറയുന്നത് 130 എന്ന് കിട്ടി. ഇനി ലംബകത്തിലെ എല്ലാ കോണുകളും കണ്ടെത്താൻ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ എ കണ്ടെത്താൻ വേണ്ടി, കോൺ എ കണ്ടുപിടിക്കാൻ വേണ്ടി 180 നിന്നും 130 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. സോ എ 50 ആണ്, അതുകൊണ്ട് ബിയും എന്തായിരിക്കും? 50 തന്നെയായിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും സെയിം പാദകോണുകളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 1.5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമഭുജ ത്രികോണം വരച്ച് പരിവൃത്തം വരയ്ക്കുക. നമുക്ക് ഈ പരിവൃത്തം വരയ്ക്കാനും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? സ്ക്വയർ അല്ലേ, സമചതുരം വരയ്ക്കാനൊക്കെ ചെറിയ അളവാക്കുമ്പോൾ നമുക്കതിന് ചെറിയ മാർക്കാട്ടോ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ചില എക്സാമുകളിലൊക്കെ വലിയ മെഷർമെൻറ്റ്സ് ഒക്കെ തരും, 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്നൊക്കെ തരുമ്പോൾ നമുക്ക് വലിയ മാർക്ക് തന്നെ അതിന് കാണാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിന് കിട്ടുന്നത് 2 മാർക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കാം. 1.5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലേ. അതാണല്ലോ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 1.5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. 1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 1.5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിലെടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ചാപം വരച്ച് കൊടുക്കുക. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ചാപം വരച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അതെന്ത് ചെയ്യുന്നു? ഒരു ത്രികോണമായിട്ട് നമ്മൾ വരച്ചു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈന്, ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള 1.5 എന്ന് പറയുന്ന ലൈനിന് നമ്മൾ ഒരു എന്ത് കൊടുക്കുന്നു? ലംബ സമഭാജി കൊടുക്കുന്നു. അപ്പോൾ ഈ 1.5 സെൻറ്റിമീറ്ററിനേക്കാളും കുറച്ച് കുറവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ആർക്ക് വരച്ച് കൊടുക്കുന്നു, താഴോട്ടും ഒരു ചാപം വരച്ച് കൊടുക്കുന്നു, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാപം വരക്കുന്നു, ഇങ്ങോട്ടേക്കും ചാപം വരക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ലൈനിന് ആദ്യം നമ്മൾ വരച്ച ലൈനിന് ഒരു ലംബ സമഭാജി കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ലൈനിലേക്ക് മാത്രമാണ്. ആ ലൈനിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ മെഷർമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. സമഭുജ ത്രികോണമായത് കൊണ്ട് തന്നെ എല്ലാതും ഒരേപോലെ തന്നെയായിരിക്കും. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു, ഈ സൈഡിലോട്ട് മാർക്ക് വരച്ചു, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അതായത് ഈ പോയിന്റിൽ നിന്നാണല്ലേ പിന്നെ വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഈ പോയിന്റിൽ കോമ്പസ് വെച്ചു, പിന്നെ ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് വരച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ വരച്ചു പോകുന്നു. ഈ രണ്ട് ആർക്കുകളും തമ്മിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ, 2 ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആർക്കുകളുമല്ല, 2 സമഭാജികൾ തമ്മിൽ 2 സമഭാജികൾ വരച്ചപ്പോൾ അത് 2 കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിന്റിലാണ് ഇനി നമ്മുടെ കോമ്പസ് വെക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ആ കോമ്പസ് നിങ്ങൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂല ഉണ്ടാവില്ല, ആ മൂലയിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാണോ അതെടുക്കുക. അതെടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് പിന്നീട് നമ്മളിങ്ങനൊരു വൃത്തം വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പരിവൃത്തം കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇനി സെക്ഷൻ സിയും ഡിയും ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതൊരുപാട് ലെങ്തി ആവുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.